മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, വായിച്ചു തീർന്നാൽ വലിച്ചെറിയുന്നവരുടെ കയ്യിൽ പുസ്തകവും ആവശ്യങ്ങൾ നേടിക്കഴിഞ്ഞാൽ തള്ളിപ്പറയുന്നവരുടെ അടുക്കൽ മനസ്സും ഏൽപ്പിക്കാതിരിക്കുക. ജീവിതത്തിൽ ചിലപ്പോൾ തോറ്റുപോയേക്കാം, ഒറ്റപ്പെട്ടേക്കാം, അവഗണിക്കപ്പെട്ടേക്കാം. എങ്കിലും ഒന്നിനും ആരുടെയും കാല് പിടിക്കരുത്. ഔദാര്യം കൈപ്പറ്റിയാൽ അടിമത്തം അനുഭവിക്കേണ്ടി വരും. ഭക്തരെ, പിന്നിലായി പോയി എന്ന് ഒരിക്കലും നിരാശപ്പെടരുത്. ഏറ്റവും താഴ്ന്ന പടിയിൽ നിന്ന് പോലും മുകളിലേക്ക് മാർഗങ്ങളുണ്ടാകും. ഭക്തരെ, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ നടന്നു കയറുമ്പോൾ പിന്നോട്ട് വിളിക്കാൻ 100 നാവുകൾ ഉയരും. എന്നാൽ മുന്നോട്ട് പോകാൻ ഒരേയൊരു കരം മാത്രം നീളും. അത് നിങ്ങളുടെ തീരുമാനങ്ങളായിരിക്കും. നിങ്ങൾക്ക് എന്തറിയാം എന്നല്ല, നിങ്ങൾക്ക് എന്ത് അറിയില്ല എന്നതാണ് യഥാർത്ഥ അറിവ്. നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നവരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാവാറ്. അതിനൊരു കാരണമുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് അവരിൽ നിന്നാണ്. ഭക്തരെ, യാചിച്ചു വാങ്ങുന്ന സ്നേഹം ഭിക്ഷയ്ക്ക് തുല്യമാണ്. പച്ചവെള്ളത്തിന് പോലും ആരുടെ മുന്നിലും ബാധ്യത വയ്ക്കരുത്. അവസരം കിട്ടിയാൽ അതുപോലും വിളിച്ചു പറയും. ചില മാറ്റങ്ങൾ നല്ലതിനായിരുന്നുവെന്ന് കാലം തെളിയിക്കും. ഭക്തരെ, ഒരു മരത്തിൻ്റെ ജീവൻ ചെളിപുരണ്ട വേരുകളാണ്, ഭംഗിയുള്ള പൂക്കളല്ല. അതുപോലെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളെയല്ല, നന്മയുള്ള മനസ്സുകളെയാണ് തിരിച്ചറിയേണ്ടതും കൂടെ നിർത്തേണ്ടതും. ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത്. നിങ്ങൾ പിന്തുടരേണ്ടത് നിങ്ങളുടെ ഇഷ്ടങ്ങളെയാണ്, അല്ലാതെ മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങളെയല്ല. സത്യം അറിയാതെ ഊഹിക്കരുത്, മനസ്സിലാകാതെ വിധിക്കരുത്, ഉള്ളറിയാതെ പഴിക്കരുത്, ചിന്തിക്കാതെ സംസാരിക്കരുത്. വീഴുമെന്ന് പേടിപ്പിക്കുന്നവരെയല്ല, കൈപിടിക്കാമെന്ന് പറഞ്ഞ് ധൈര്യം തരുന്നവരെയാണ് കൂടെ നിർത്തേണ്ടത്. ഭക്തരെ, ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ എപ്പോഴും പിണങ്ങും, പക്ഷേ ഒരിക്കലും പിരിയില്ല. പിണക്കമില്ലാത്ത സ്നേഹം വെറും അഭിനയം മാത്രമാണ്. ഭക്തരെല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.